എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം കുറച്ച് വ്യത്യസ്തമായതാണ്. ഞാനൊരു 10 ദിവസം മുമ്പ് ഒരു സാംസ്കാരിക ഗ്രൂപ്പിൻ്റെ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നാട്ടിൽ പോയിരുന്നു. കണ്ണൂരിൽ വെച്ചായിരുന്നു അതിൻ്റെ വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഞാനും ഭാര്യയും കൂടെ അതിനുവേണ്ടി അവിടെ ചെന്നു. അപ്പോൾ സാധാരണ ഇതുപോലെ വല്ല പ്രോഗ്രാമിനൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കാം, സാഹചര്യം ഒത്തു വന്നാൽ ഞങ്ങൾ ഒന്നിച്ച് പോകും. പക്ഷെ അവിടെ ഞങ്ങൾ ചെല്ലുന്നു, ഡയറക്റ്റ് മീറ്റിംഗ് ചെല്ലുന്നു, പങ്കെടുക്കുന്നു, വല്ല ബഹുമതികളോ ആദരവോ ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ പുസ്തക പ്രകാശനമാണെങ്കിൽ പുസ്തകത്തിൻ്റെ കോപ്പികൾ സ്വീകരിക്കുന്നു, ചായ സൽക്കാരം, പിന്നെ ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം. അത് കഴിഞ്ഞ് നമ്മൾ പിരിയുന്നു, കാണാമെന്ന് പറയുന്നു. ചിലവരെ കാണും, ചിലവർ നമ്മളായിട്ട് ബന്ധപ്പെടും, ചിലവർ നമ്മൾ പിന്നെ ഒരിക്കലും കണ്ടില്ല എന്ന് വരും. അങ്ങനെയാണ് സാധാരണ ഈ ഗ്രൂപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നതും നടത്തിക്കുന്നതും. കാണുന്നവരെ നമ്മൾ പറയുന്ന ആ ഒരു മധുര വാക്കുകളല്ലാതെ ഒരുപക്ഷെ പല സൗഹൃദങ്ങളും ഒന്നും മുന്നോട്ട് പോകാറില്ല. പക്ഷേ ഇപ്രാവശ്യം ധർമ്മശാസ്ത്ര ഭജന സംഗീതം ഗ്രൂപ്പിൻ്റെ, അത് ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് ബോംബെയിലാണ് അതിൻ്റെ പ്രധാന അഡ്മിനും ഒക്കെ ഉള്ളത്. അദ്ദേഹം തന്നെയാണ്, രാഘവൻ എന്ന പേരായ അദ്ദേഹം തന്നെയാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതിൻ്റെ 4ാം വാർഷികമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കണ്ണൂർ പോയത്. അപ്പോൾ ഇത് പ്രോഗ്രാം നടക്കുന്ന ഹാളിൻ്റെ അടുത്ത് തന്നെ എൻ്റെ റൂമൊക്കെ ഞങ്ങൾ ആദ്യമേ ഈ രാഘവൻ എന്ന് പറഞ്ഞ് വ്യക്തി മുഖേന തന്നെ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ആർക്കും ബുദ്ധിമുട്ടാവാതെ നമ്മുടെ സ്വന്തം കാര്യങ്ങളും ചിലവൊക്കെ നമ്മൾ ചെയ്തിട്ട് കൂടാം, ആർക്കും പ്രശ്നമാവരുത് എന്നുള്ളൊരു ചിന്താഗതിയിൽ. അപ്പോൾ ഒരു 4 ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്തു. ഹാളിനടുത്താണ്, അപ്പം പ്രയാസങ്ങളൊന്നുമില്ല. അതിനടുത്ത് തന്നെ ഭക്ഷണമൊക്കെ കിട്ടും, ഭക്ഷണം കഴിക്കാം, ആർക്കും വിഷമമില്ലാതെ നമുക്ക് പോവാം, നമുക്കും വിഷമമില്ല. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് പോയിരുന്നത്. സാധാരണയൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അതിന് മുമ്പ് ഈ നമ്മുടെ കുടുംബ സുഹൃത്തായ രാഘവൻ ബോംബെ എന്നോട് പറഞ്ഞു, അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ, ആ സുഹൃത്തിപ്പം വിദേശത്താണ്, അദ്ദേഹത്തിൻ്റെ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ, പൂനെയിൽ നിന്ന് ഞാനും ഭാര്യ ഉണ്ടായിരുന്നു, ഞാനും ഭാര്യ ജിതയും, അതുപോലെ തന്നെ ബോംബെയിൽ നിന്ന് ഒരു ഇതിൻ്റെ മറ്റൊരു അഡ്മിനായ ഉണ്ണിരാജൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശോഭന ചേച്ചി, പിന്നെ നമ്മുടെ മുഖ്യ അഡ്മിൻ രാഘവൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷൈനി മകള്, പിന്നെ വേറൊരു അഡ്മിനും കൂടിയായ രാജു, ഇത്രയും പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ നമുക്കവിടെ ആ വീട്ടിൽ കൂടാം, അവിടെ ഭക്ഷണം ഉണ്ടാക്കാം, എല്ലാ സൗകര്യങ്ങളുണ്ട്, ഗ്യാസും എല്ലാം ഉണ്ട് അവിടെ, അതുപോലെ നമുക്ക് ഒന്നിച്ചു കൂടാമെന്ന് പറഞ്ഞു. നമ്മളിപ്പം വീട്ടൊക്കെ വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നത് അവിടെ ചെന്നിട്ട് അത് ആഘോഷമാക്കാനാണ്, അല്ലേ, സെലിബ്രേറ്റ് ചെയ്യാനാണ്. അതേസമയം നമ്മൾ അവിടെ പോയിട്ട് പിന്നെയും നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കുക, നമ്മുടെ കൂടെ വന്ന സ്ത്രീകളോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറയുക, അല്ലെ എല്ലാവരും ചേർന്നുണ്ടാക്കും, ഒരുപാട് സമയം അതിന് പോകും. അപ്പോൾ അവിടെ പലതും നമുക്ക് കറങ്ങാനും കാണാനുള്ള ആ ഒരു സമയവും സന്ദർഭം നഷ്ടപ്പെടും. ഒരുപക്ഷെ സ്ത്രീകൾക്ക് ബോറടിക്കും. അടുത്ത പ്രാവശ്യം വിളിച്ചവർ നമ്മളിവിടെ വന്നില്ല എന്ന് വരും. അതുകൊണ്ട് ഞങ്ങൾ കരുതി ഭക്ഷണം ഉണ്ടാക്കേണ്ട പരിപാടി വേണ്ട, പിന്നെ ഒരു പ്രൈവസിയും ബാധിക്കുന്നതല്ലേ. അപ്പം നമ്മൾ സുഹൃത്തുക്കൾ കുഴപ്പമില്ല, സ്ത്രീകളുള്ളപ്പോൾ അവർക്ക് ഒരു പ്രൈവസി കൊടുക്കണമെങ്കിൽ റൂം എടുക്കാമെന്ന് തന്നെ കരുതി
പക്ഷേ രാഘവ മാഷ നമ്മൾ നിർബന്ധിച്ചു, നിങ്ങൾ വന്നവിടെ നോക്ക്, ഇഷ്ടപ്പെട്ടാൽ അവിടെ ആവാം, എന്തിനാണ് വെറുതെ വാടക കൊടുക്കുന്നത്, ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ വീടാണ്, വീട് ഫ്രീ ആയിട്ട് തരികയാണ്, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്, ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് പുറമേ നിന്ന് കഴിക്കാം, അതൊന്നും കുഴപ്പമില്ല, പക്ഷേ അവിടെ വന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ വാടകയ്ക്കെടുത്ത അഡ്വാൻസ് ബുക്ക് ചെയ്ത ആ റൂമിലേക്ക് പോകാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞങ്ങളതനുസരിച്ച് ശരി അങ്ങനെ ആവാം. അപ്പോൾ ഞങ്ങൾ പൂനെയിൽ 17-ാം തീയതി വൈകിട്ട് 7:20 അത് തെറ്റിപ്പോയി. ഞങ്ങളിവിടുന്ന് രാവിലെ തന്നെ പോയി, 14-ാം തീയതി രാവിലെ തന്നെ ഇവിടുന്ന് പോയി പൻവേൽ എന്ന സ്ഥലത്ത്, പൻവേൽ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണ്, വലിയ റെയിൽവേ ജംഗ്ഷൻ. അപ്പോൾ അവിടുന്ന് ബോംബെയിൽ നിന്ന് ട്രെയിൻ അവിടെ കണക്റ്റ് ആവും. അപ്പോൾ അവിടുന്ന് നേത്രാവതിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒക്കെ ഞങ്ങളതിൻ്റെ റെഡിയായി. രാവിലെ ഇവിടുന്ന് 6:45 ട്രെയിനിനെ പോയി അവിടെ 10 മണിയാകുമ്പോൾ എത്തി. അത് കഴിഞ്ഞ് അവിടുന്ന് 12:40 പൻവേലിൽ നിന്ന് പോകുന്ന നേത്രാവതി. അതിലങ്ങനെ കയറി. അപ്പം വേറൊരു കുറച്ച് ദൂരത്തായിട്ടുള്ള ബോഗിയിൽ നമ്മുടെ ഉണ്ണിരാജൻ എന്ന ആൾ, രാജു, രാഘമാഷ് നേരത്തെ പോയിരുന്നു, രാഘമാഷിൻ്റെ ഭാര്യ ഷൈനി മോള്, അവരൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ണിരാജൻ്റെ ഭാര്യ ശോഭന ചേച്ചി, ഇവരൊക്കെ ആ ബോഗിയിലുണ്ടായിരുന്നു. അവിടെ പോയി കണ്ട് നമ്മൾ സംസാരിച്ച് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു. ഞങ്ങളവിടെ എത്തിയപ്പം രാഘവനും ഈ രാജു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ കയറി നമ്മൾ വീട്ടിൽ പോയി നോക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ള റൂം. അപ്പോൾ ഞാൻ ഈ പ്രൈവസിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് മാഷ് പറയുമായിരുന്നു, നിങ്ങൾക്കൊരു ബെഡ്റൂം സെപ്പറേറ്റ് തരാം, അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആരാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുന്നത് നമുക്ക് വേണ്ടി? നമുക്ക് വേണമെങ്കിൽ വരാം പോകാം എന്നല്ലാതെ ആ പ്രോഗ്രാം ദിവസം ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു എന്ന് വരും. പക്ഷെ അതിന് മുമ്പ് 4 ദിവസം മുമ്പ് വരണമെന്നും അവിടെ പല കാര്യങ്ങളും കാണാനുണ്ടെന്നും പല കാഴ്ചകളും രസിക്കാൻ പലതുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഞങ്ങളെ കുറച്ച് നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. വളരെ വീട് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് വൃത്തിയാക്കി. അധികം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് അടിച്ചു വാരി തുടച്ച് ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിളായി തോന്നി. അപ്പോൾ ഇവിടെ തന്നെ പോരെ സുരേഷ് ചേട്ടാന്ന് ചോദിച്ചു. നമ്മൾ തീർച്ചയായും നമുക്കിവിടെ കൂടാം. പിന്നെ ഇവിടെ ആകുമ്പോൾ നമ്മൾ ഒന്നിച്ച് നമ്മൾ പ്രോഗ്രാമിനാണല്ലോ വന്നിട്ടുള്ളത്, പാടാനും നാടകത്തെ അഭിനയിക്കാനൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ എല്ലാവർക്കും പാടുകയും അങ്ങനെ കുറച്ച് അർമാന്തിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഒരു മൈക്ക് കരുതിയിരുന്നു. അത് കാണിച്ചു അവിടുന്ന് പാട്ടൊക്കെ ആയി, പ്രാക്ടീസും. അങ്ങനെ ഞാൻ 2-3 ദിവസം രസകരമായിട്ട് പോയി. അപ്പം ഞങ്ങൾ എത്തിയ അന്ന് തന്നെ വേറൊരു അഡ്മിനുണ്ട്, രാധാ നായർ, പിന്നെ അവരുടെ ചേച്ചി ജയശ്രീ ടീച്ചർ, അവരെല്ലാം നമ്മളെ ഉച്ചയൂണിന് വിളിച്ചു. അവിടെ നിന്ന് അധികം ദൂരമില്ല. അപ്പം ഞങ്ങൾ ഇറങ്ങിയത് കണ്ണപുരം സ്റ്റേഷനിലാണ്. അപ്പോൾ അതിനടുത്ത് തന്നെ സ്ഥലമാണ്, കടമ്പേരി എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ താമസിച്ചു. അവർ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് പോയി. ഇപ്പം അവിടെ ഒരു കല്യാണത്തിന് പോലും കിട്ടാത്ത അത്രയും ഗംഭീരമായിട്ടൊരു സദ്യ ഒരുക്കിയവർ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് സാധ്യമായ ഒരു കാര്യമല്ല എങ്കിലും. അപ്പോൾ ഞങ്ങളൊരു ഊണെല്ലാം കഴിച്ചു, പാട്ടൊക്കെ പാടി കുറച്ച് രസിച്ചിട്ട് അവിടുന്ന് വന്നു. പിന്നെ ഞങ്ങൾ വൈകിട്ടത്തെ പോകുമ്പോഴേക്കും അവിടെ വേറെ വീട്ടിലവർ പറഞ്ഞു കഴിഞ്ഞു, ഭക്ഷണം ഇന്നിവിടെ കഴിച്ചിട്ട് പോകാൻ പാടുള്ളൂ, ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. വേണ്ടാന്ന് പറഞ്ഞ് കേൾക്കാതെ നിർബന്ധമായിട്ട് ഞങ്ങളെ വിളിച്ചു. അവിടെയും ഞങ്ങൾ ഒരുപാട് പാട്ടും കൊത്തുകളൊക്കെ ആയിട്ട് രസിച്ച് അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച്. അപ്പോഴാണ് രാമമാഷ് പറഞ്ഞത് ഇവിടെ തറ, അങ്ങനെ കുറച്ച് പ്രാചീന കലാരൂപങ്ങൾ, ഒരുപക്ഷെ അത് എനിക്ക് തോന്നുന്നത് അത്രയും കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ പോകാമെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളവിടുന്ന് കീഴറ എന്ന സ്ഥലത്ത് അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട്, ദേവീക്ഷേത്രം.
അവിടേക്ക് യാത്രയായി. അവിടെ ചെന്നു, ഇതൊക്കെ കണ്ടു, സന്തോഷമായി. തിരിച്ച് ഞങ്ങൾ ലേറ്റായതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ച് ഒരു വണ്ടി വിളിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. അന്ന് 17-ാം തീയതി കഴിഞ്ഞു. 18-നും പല പരിപാടികൾ, 17-ന് ഞങ്ങൾ പോയി, 18 എത്തി. ഇത് 19-ാം തീയതിയാണ്. 19-ാം തീയതി അവിടെ നമ്മുടെ പ്രോഗ്രാമിലൂടെയൊക്കെ കുറച്ച് റിഹേഴ്സലുകൾ നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് എന്നെയും വിളിച്ചു. ഞങ്ങളും ചെന്നു. നമ്മുടെയൊക്കെ റിഹേഴ്സലെടുത്തു, മറ്റുള്ള റിഹേഴ്സൽ കണ്ടു. കുറച്ച് തിരുത്തലുകളൊക്കെ നമുക്കാവുന്നതൊക്കെ അറിയുന്നതൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞു അവിടെ വളരെ മനോഹരമായിട്ട് നമ്മൾ തിരിച്ചെത്തി. അപ്പം എനിക്ക് മനസ്സിലാകാൻ പറ്റിയത് അവിടെ പലരും നന്നായിട്ട് പാടുന്നുണ്ട്. പാടാനുള്ള അവസരം, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ലൈബ്രറികൾ, അതുപോലെ പലതരത്തിലുള്ള സാധാരണക്കാരൻ്റെ പല കലകളും, പാടാനുള്ള കഴിവും, അങ്ങനെയുള്ള പലതരത്തിലുള്ള കഴിവുകളും പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ പഞ്ചായത്ത്, വാർഡ് അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളും എടുത്തിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് അവിടെ പോവുക. അവിടെ മൈക്കും സ്പീക്കറും എല്ലാ സൗകര്യങ്ങളും, മ്യൂസിക് സിസ്റ്റമൊക്കെ ഉണ്ട്. അവിടെ ചെല്ലാം. അതുപോലെ നമ്മൾ തിരുത്തി പാട്ട് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ, സിനിമാറ്റിക്കൊക്കെ നമ്മൾ പാടുമ്പോൾ താളവോ എന്തെങ്കിലും പ്രശ്നം വന്നാലൊക്കെ പറഞ്ഞു തരാൻ, അത് പൈസ കൊടുത്തിട്ടല്ല, വളരെ സ്നേഹപൂർവ്വം നമ്മളെ തിരുത്താൻ, ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ അവിടെ ആളുകളുണ്ട്. അവർ വന്ന് ചെയ്തു തരും. അതുപോലെ പാടുക. അപ്പം അതുപോലെ പലരും അവിടെ വന്നിട്ടുണ്ടാവും. അവർക്കെല്ലാം അവസരം കൊടുക്കുകയും അപ്പോൾ എല്ലാ ആഴ്ചയിലും 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ നമുക്കവിടെ ചാൻസ് ഉണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് പാടുകയും നമ്മുടെ കലാപരമായ കഴിവുകളൊക്കെ പരിപോഷിപ്പിക്കാനൊക്കെ പറ്റുന്ന അവസരങ്ങൾ. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. അതുപോലെ നമ്മളിവിടെ ഒരു റിഹേഴ്സൽ വേണമെങ്കിൽ റൂം കിട്ടാൻ വലിയ പ്രയാസമാണ്. പക്ഷെ അവിടെ നമുക്ക് പഞ്ചായത്തിനെയോ സാംസ്കാരിക കേന്ദ്രത്തെയോ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അപ്പോൾ അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ചെയ്തു തരുന്ന സ്ഥലത്ത് പോയിട്ടാണ് ഞങ്ങൾ ഈ പ്രാക്ടീസൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വളരെ ചീപ്പാണ് അല്ലേ, വില കുറവാണ്. ഒരു ആൾക്ക് താമസം എന്ന് പറഞ്ഞാൽ അത്ര പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെയാണെങ്കിൽ ഭക്ഷണമൊക്കെ ഒരുപാട് കോസ്റ്റ്ലിയാണ് അല്ലേ. അപ്പോൾ അതിലൊക്കെ എനിക്ക് മനസ്സിലായത് അവിടെയുള്ള ആളുകളുടെ, കണ്ണൂർക്കാരുടെ ആ ഒരു ആതിഥ്യ മര്യാദയും ഒരു ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു അതിഥിയെ എങ്ങനെ സന്തോഷിപ്പിക്കണം, അവരുടെ ഓരോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന, ത്യാഗം സഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ കണ്ടു. സത്യം പറഞ്ഞാൽ കണ്ണു തള്ളിപ്പോയി. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ആളുകൾ ചെയ്യുമെങ്കിലും ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനം അതെന്നെ ടോട്ടലി ഒരുപാട് വിസ്മയിപ്പിച്ചു എന്ന് തന്നെ പറയാം. അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സുഹൃത്ത് വലയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. ഗ്രൂപ്പിലൂടെയൊക്കെ പേരുകൾ കേട്ടിട്ടുണ്ടെങ്കിലും നേരിൽ പലരെയും നമ്മൾ കണ്ടിട്ടില്ല. വളരെ ചുരുക്കം 2-3 ആളുകളെ മാത്രം കണ്ടിട്ടുള്ളൂ. അത് ഞാൻ മാത്രം, എൻ്റെ ഭാര്യയ്ക്കറിയില്ല. എന്നിട്ടും അവിടെ നമുക്ക് വളരെ അനുഭാവപൂർവ്വം നമ്മളോടൊക്കെ പെരുമാറുകയും ചെയ്യുകയും ഒക്കെ ചെയ്ത് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എത്തിച്ചെന്നാൽ അതുപോലെ തന്നെ നമ്മളോട് ഇത്രയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്ന അവരെ കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ 2 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു ബോട്ട് യാത്രയായിരുന്നു 20-ാം തീയതി. ബോട്ട് യാത്രയിൽ എന്ന് പറഞ്ഞാൽ അതും അവിടെ ആടുകയും പാടുകയും ഡാൻസ് കളിക്കുക, പാടുക, അതുപോലെ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം, അതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ ആളുകൾ, നേതൃസ്ഥാനത്ത് പലരും അല്ലേ വേണ്ടതുപോലെ എല്ലാം ചെയ്തു കൊടുക്കുന്ന
ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ. അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാം വഴിയൊക്കെ നമ്മൾ ഒരുപാട് ഒരു പരസ്പരം അടുക്കാനുള്ളൊരു സമയം കിട്ടും അല്ലേ. അത് കഴിഞ്ഞു പിറ്റേ ദിവസം വാർഷികമായിരുന്നു. വാർഷികത്തിനും നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹാളിൽ പോയിട്ട് കളിച്ച് പിറ്റേ ദിവസത്തേക്കുള്ള സെറ്റിങ്ങൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചു. മൈക്ക് സിസ്റ്റം, കട്ടൻസ്, സൈഡ് കട്ടൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ. അതൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തി. പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങളവിടെ നിന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഹോളിലേക്ക് എത്തി. ഇപ്പം ഞങ്ങൾക്ക് മുമ്പായിട്ട് 2-3 പേര് ഭക്ഷണം ഉണ്ണേട്ടനും അതുപോലെ രാജുവും 3 പേര് ഒരു നേരത്തെ ഹാളിലേക്ക് പോയിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളും, ഞാനും ഭാര്യയും ഉണ്ണിയേട്ടൻ്റെ ഭാര്യയും എല്ലാവരും കൂടെ അവിടെ പോയി. അപ്പോൾ ഞാനിവിടനീളം കണ്ടൊരു കാര്യം, ഒരു മനുഷ്യനെ നമുക്ക് എങ്ങനെയൊക്കെ സ്നേഹിക്കാം, അത് ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ അവരെ നമുക്ക് അവരോട് സഹകരിക്കാം, അവരെ ഒരു ടെൻഷനില്ലാതെ നമ്മുടെ സ്വന്തം വീട്ടിൽ വന്ന പോലെ ഉള്ളൊരു പ്രതീതി ജനിപ്പിക്കാൻ എന്ത് ചെയ്യാം. അത് ഈ കണ്ണൂരുകാരെ ആരും പഠിപ്പിക്കേണ്ട. അത്രയും മനോഹരമായിട്ട് ഇടപെടുകയും സ്നേഹിക്കുകയും വിളിച്ചന്വേഷിക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ തയ്യാറാവുകയും ചെയ്ത ആ ഒരു വലിയ ഓർമ്മയോടുകൂടി ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഒരു പ്രാവശ്യം നാട്ടിലാണെങ്കിൽ ഒരു പ്രാവശ്യം ബോംബെയിലോ ഒക്കെയാണ്, അങ്ങനെയാണ് നടത്താറ്. അപ്പോൾ ഏകദേശം ഒരു തീരുമാനമായി നമുക്ക് നാട്ടിൽ മതി. കാരണം എല്ലാവരും അത്രയും കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ. അപ്പോൾ ഒരു മറക്കാനാകാത്ത ഓർമ്മകൾ. അപ്പോൾ എനിക്കത്ര പറയാനുള്ളൂ, നമ്മൾ മറ്റുള്ളവരെങ്ങനെ പെരുമാറുന്നു, അവരുടെ ആവശ്യം അറിഞ്ഞ് സാന്ദർഭികമായിട്ട് എങ്ങനെ പെരുമാറുന്നു, യഥോചിതം എങ്ങനെ പ്രവർത്തിക്കുന്നു, അതൊക്കെ നമ്മുടെ ആ സൗഹൃദത്തിലൊക്കെ മുന്നിട്ട് നിൽക്കും. ഒരുപാട് സന്തോഷം. കാരണം ഇത്തരം സൗഹൃദങ്ങൾ കിട്ടാൻ പ്രയാസമാണ്. ഒരുപക്ഷെ നമ്മുടെ സഹോദരങ്ങൾ പോലും നമുക്ക് വേണ്ടി ഇത്രയൊന്നും ഒരുക്കില്ല, ഇത്രയൊന്നും കാത്തിരിക്കില്ല. അതിലൊക്കെ ഉപരി വളരെ വലിയൊരു കെട്ടുകാഴ്ചയായിട്ട് തന്നെ ഒരു വർണ്ണ തുടിപ്പുകളായിട്ട് തന്നെ നമുക്ക് വേണ്ടി കാത്തു നിന്നു. അത് പല സ്ഥലത്തു നിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു. വയനാട്ടിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു, പൂനെയിൽ നിന്ന് വന്നവർ, ബോംബെയിൽ നിന്ന് വന്നവർ, കൊല്ലത്ത് നിന്ന് വന്നവർ. പക്ഷെ അവരൊക്കെ ഒരേപോലെ ഒന്നിച്ച് ഒരു വീട് പോലെ കഴിയുകയും വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടും പലരും വിളിച്ചന്വേഷിക്കും. നമ്മൾ വിളിച്ച് അവരെ അറിയിക്കുന്ന പോലെ തന്നെ പലരും ഇങ്ങോട്ട് വിളിച്ചന്വേഷിച്ചു, സുരക്ഷിത എത്തിയോ, ഇനി വിഷമമുണ്ടായിരുന്നോ, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ഒന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവസാനം പിരിയുന്ന സമയത്ത് അവരുടെ വക പലതും തരാൻ നമുക്ക് അവിടെയുള്ള ചക്കയായാലും മാങ്ങയായാലും പറമ്പിലുള്ള പല തേങ്ങയായാലൊക്കെ നമുക്ക് തരാൻ വേണ്ടി വ്യഗ്രത കൂട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സ്നേഹപൂർവ്വം നിരസിച്ചു. കാരണം ഒരു യാത്ര നമുക്ക് പനുവയിൽ ഇറങ്ങിയിട്ട് പിന്നെയും ട്രെയിന് മാറി കയറണമായിരുന്നു. അപ്പോൾ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ലെസ് ലഗേജാണ് അല്ലേ. അപ്പം മോർ ലഗേജ് ലെസ് ടെൻഷൻ, മോർ ലഗേജ് മോർ ടെൻഷൻ, ലെസ് ലഗേജ് ലെസ് ടെൻഷൻ ആൻഡ് ഹാപ്പി. അപ്പോൾ ഞങ്ങൾ ലഗേജ് കൂട്ടാൻ ഉദ്ദേശിച്ചില്ല, പിന്നെയും മാറി കയറുന്ന പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളിത് ചെയ്യാതെ സ്നേഹപൂർവ്വം നിരസിച്ചിട്ട്, അപ്പോൾ അവരൊരു സീറ്റ്സൊക്കെ നമുക്ക് തന്നു കയറണം, അതെങ്കിലും സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. പക്ഷെ ഇപ്പോഴും അത് വന്നിട്ടിപ്പം 2-3 ദിവസമായെങ്കിലും ആ ഓർമ്മകളിലാണ് ഇപ്പോഴും അവർക്കും നമുക്കൊക്കെ വിഷമം തോന്നി. മറക്കാത്ത ഓർമ്മകളായിട്ട് ഇനിയും നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ മനസ്സുറന്നവരെ സ്നേഹിക്കുകയും ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. അവസരങ്ങൾ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. കിട്ടിയ അവസരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ, സ്നേഹിക്കാൻ നമ്മൾ തയ്യാറായാൽ വലിയൊരു സന്തോഷപൂർണ്ണമായ ജീവിതമൊക്കെ നമ്മുടേത്. നമ്മെ ആരെങ്കിലും കാത്തിരിക്കുന്നു, നമുക്കൊണ്ട് ചെയ്യാൻ റെഡിയാവുന്നു അല്ലേ, ആ ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ നമുക്ക് അവർക്ക് ചെയ്തിട്ട് സംതൃപ്തി നേടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. സുരേഷ് മനോർ, പൂനെ.